ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. പാലക്കാടിൻ്റെ ഈ ഒരു ജപയോഗം വർഷങ്ങളായി അതിമനോഹരമായി നടന്നു വരുന്നു. ഈ ജന്മാഷ്ടമി വേളയിൽ ഈ ഒരു സത്സംഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ രാവിലെ എണീറ്റ് ഒത്തൊരുമിച്ചുള്ള ഒരു ജപം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്നാണ്. ചൈതന്യ മഹാപ്രഭുയുടെ അനുയായികൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും മഹാപ്രഭു പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. മഹാപ്രഭു തൻ്റെ ജീവിതത്തിൽ 8 ശ്ലോകങ്ങളാണ് പ്രധാനമായി ഉദ്ധരിച്ചത്. അതിനെ ശിക്ഷാഷ്ടകം എന്ന് പറയും. ആ 8 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 3 ശ്ലോകം ഹരിനാമത്തിനെ കുറിച്ചാണ്. 3 ശ്ലോകം ഹരിനാമത്തിനെ കുറിച്ച്. അതിൽ പ്രധാന ശ്ലോകം ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയക്കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂജീവനം ആനന്ദാംബുദിവർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദനം സർവാത്മസ്നാപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഇത് വളരെ അർത്ഥവത്തായ ഗഹനമായ ഒരു ശ്ലോകമാണ്. നാമജപം തുടങ്ങുമ്പോൾ ചേതോ ദർപ്പണം മാർജനം, ചേതം ചിത്തം നമ്മുടെ ബോധം, ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി, മാർജനം എന്ന് വെച്ചാൽ വൃത്തിയാക്കുക. ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിൽ നമുക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. അത് തുടച്ചാൽ മാത്രമേ നമ്മുടെ മുഖം കാണുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധത്തിൽ ജന്മജന്മാന്തരങ്ങളായി അഴുക്കുകൾ കൂടിയിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങളായി നമ്മൾ ചെയ്ത ശരിയും തെറ്റുമെല്ലാം കൂടിയിരിക്കുന്നു. ആ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖം കാണില്ല. അതിനെ തുടയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ജപം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ പടി, ഈ ബോധമാകുന്ന കണ്ണാടി നമ്മളിങ്ങനെ തുടയ്ക്കുക. തുടയ്ക്കുമ്പോൾ എന്നെ തന്നെ കാണാൻ സാധിക്കും. ഭഗവത്ഗീതയുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഞാൻ ആരാണ്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും ഞാൻ ആത്മാവാണെന്ന് പറയും. പക്ഷേ ഞാൻ ആത്മാവാണെന്ന് നമ്മളൊന്നും സാക്ഷാത്കരിച്ചിട്ടില്ല. അപ്പം ഞാൻ ആത്മാവാണ് അല്ലേ? ഇപ്പോൾ ഒന്നും വേണ്ട, ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് കാണുകയാണെന്ന് വെച്ചോളൂ. നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? പക്ഷേ പ്രഭുപാദർ എന്താ പറയുന്നത്?
ഐ എം നോട്ട് ഇന്ത്യൻ, ഐ എം നോട്ട് അമേരിക്കൻ, ഐ എം നോട്ട് കാറ്റ്, ഐ എം നോട്ട് ഡോഗ് എന്നല്ലേ പറയുന്നത്, ഇല്ലേ? ഞാൻ പൂച്ചയല്ല, പട്ടിയല്ല, മൃഗമല്ല, മനുഷ്യനല്ല, മരമല്ല, ചെടികൊടികളല്ല, ഭാരതീയനല്ല, അമേരിക്കനല്ല, അല്ലേ? നമുക്കിപ്പോഴും ശരീരബോധം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കുക, എനിക്ക് ദൈവം ഈ ശരീരം തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക, എൻ്റെ ബലമെന്താണ്, എൻ്റെ ബലഹീനത എന്താണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ബലം നമ്മളെപ്പോഴും തിരിച്ചറിയും, പക്ഷെ നമ്മുടെ ബലഹീനത ഒരിക്കലും നമ്മൾ തിരിച്ചറിയുകയില്ല. ഇതെല്ലാമാണ് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ ആരാ, എൻ്റെ ഗുണമെന്താണ്, എൻ്റെ ദോഷമെന്താണ്, ഇതെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയും. ചേതോദർപ്പണമാർജനം, കണ്ണാടി തുടച്ച് എന്നെക്കുറിച്ച് തന്നെ ഞാൻ അറിയാൻ തുടങ്ങി. 2 കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോയി. ഒരു കുഞ്ഞിന് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ കിട്ടി, ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല. ഏത് കുഞ്ഞായിരിക്കും, ഏത് കുട്ടിയായിരിക്കും വളരെ കോൺഫിഡൻ്റായിട്ട് പരീക്ഷയ്ക്ക് സന്തോഷത്തോട് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി ആരാ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ കുട്ടി, അല്ലേ? അതേപോലെ നമുക്കും ജീവിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടും. ഈ കണ്ണാടി വൃത്തിയായി കഴിഞ്ഞാൽ 25 കല്യാണം കഴിച്ച് ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണം, 30 പടി ഇന്ന് താഴെ വീഴണം, 40 ഒരു കച്ചവടം തുടങ്ങി കുറച്ച് പൈസയെല്ലാം ഇതാകണം, 50 എൻ്റെ മകൻ മെഡിക്കൽ സീറ്റ് കിട്ടി ഡോക്ടറായി എനിക്ക് സന്തോഷം തരും. ഈ സുഖദുഃഖങ്ങളെല്ലാം നമ്മൾ നേരത്തെ അറിയുമ്പോൾ നമുക്കത് നേരിടാൻ ഒരു വിഷമവും ഇല്ല. പ്രയാസം, അത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഃഖാലയമെന്ന്. ബന്ധുക്കൾ പറ്റിച്ചു, അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നേരത്തെ കിട്ടുമ്പോൾ ഭയമില്ല. പക്ഷേ ഒരു ആത്മീകം മനസ്സിലാവാത്ത ഒരാൾക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടാവും ജീവിതത്തിൽ. എന്തു പറ്റി? കള്ള് കുടിച്ച് തുടങ്ങി. എന്തുകൊണ്ടാണ്? ജോലി നഷ്ടപ്പെട്ടത് തൊട്ട് കള്ള് കുടിച്ച് തുടങ്ങി. കാരണം എന്താ? അയാൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബോധം വൃത്തിയാകുമ്പോൾ ജീവിതത്തിൻ്റെ സത്യമെല്ലാം നമുക്ക് മനസ്സിലാകും. ചേതോദർപ്പണമാർജനം. രണ്ടാമത്തത് ഭവമഹാദാവാഗ്നി നിർവാപണം. ആഗ്രഹം എന്ന് പറയുന്നത് ദാവാഗ്നി, സാധാരണ അഗ്നിയല്ല, കാട്ടുതീ. വീട്ടിൽ തീ പിടിച്ചാൽ നമുക്ക് അണയ്ക്കാം, കാട്ടിൽ തീ പിടിച്ചാൽ അണയ്ക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും കൂടെ ടൂർ പോകുന്ന ഒരു കാടുണ്ടല്ലോ അവിടെ, വെള്ളച്ചാട്ടവും കാടൊക്കെ ഉള്ളത്. പാലക്കാടുകാർ ഇടയ്ക്കിടയ്ക്ക് പാനിഹാട്ടിക്കൊക്കെ പോകുന്ന ഒരു കാടുണ്ടല്ലോ, പേര് പെട്ടെന്ന് മറന്നുപോയി. ആ നെന്മാറയൊക്കെ കടന്നു പോകണം. ആ കാട്ടിൽ തീ പിടിച്ചാൽ, നെല്ലിയാമ്പതി, ആ വനത്തിൽ തീ പിടിച്ചാൽ നമ്മളെ പാലക്കാടിൽ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളമായിട്ട് പോയാൽ തീ അണയ്ക്കാൻ പറ്റുമോ? കാട്ടുതീ അണയണമെങ്കിൽ മഴ തന്നെ പെയ്യണം. അപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം, ഭവമഹാദാവാഗ്നി, നമുക്ക് ആഗ്രഹം ഇഷ്ടം പോലെ ഉണ്ട്. പൈസ വേണം, വീട് വേണം, അത് വേണം, ഇത് വേണം. ഈ തീ അണയേയില്ല. ഇത് അകത്തിങ്ങനെ കത്തുന്ന കൊണ്ട് നമ്മൾക്ക് പലർക്കും ക്ഷമയില്ല. ഈ ബിസിനസ്സുകാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ക്ഷമ ഉണ്ടാവില്ല അവർക്ക്. പണം വേണം, പണം വേണം, പണം വേണം, ബിസിനസ് കൂടണം, അത് വേണം, ഇത് വേണം, ഇത് വേണം. കാട്ടു തീയാണ് ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെയും കൂടെ തിന്നിട്ടേ പോവുള്ളൂ ഈ തീ. ആ ആഗ്രഹമാകുന്ന തീ നശിപ്പിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഭവമഹാദാവാഗ്നി നിർവാപണം. അങ്ങനെ നിർമൂല്യം, അത് ഇല്ലാണ്ടാക്കി കളയും. സെക്കൻഡ് സ്റ്റെപ്പിൽ എൻ്റെ ഉള്ളിലുള്ള കാട്ടുതീനെ ഇല്ലാതാക്കും. ശ്രേയക്കൈരവ ചന്ദ്രികാ വിതരണം. ശ്രേയസ് എന്ന് വെച്ചാൽ ഉയർന്നത്. ചന്ദ്രിക, ചന്ദ്രൻ. ഇപ്പോൾ സൂര്യൻ്റെ അഗ്നിയുമുണ്ട്,
ചന്ദ്രൻ്റെ ഇതുണ്ട്. പക്ഷെ ചന്ദ്രൻ കുളിർമയാണ്, സൂര്യൻ ചൂടാണ്. പക്ഷേ ശാസ്ത്രം എന്താ പറയുന്നത്? നമ്മുടെ കുട്ടിക്കാലത്ത് സയൻസ് ബുക്ക്, ചന്ദ്രൻ ലൈറ്റ് സൂര്യനിലിരുന്ന് കടൻ മേടിക്കുന്നതായിട്ടാണ് സയൻസ് പറയുന്നത്. എന്നാൽ സൂര്യൻ്റെ രശ്മിക്ക് ഉഷ്ണം കൂടുതലും ചന്ദ്രൻ്റെ രശ്മിക്ക് ഉഷ്ണം കുറവ്. അപ്പം മനസ്സിനകത്ത് ശ്രേയകൈരവ ചന്ദ്രികാ വിതരണം, ഒരു കുളിർമയാകുന്ന ഒരു ചന്ദ്രൻ മനസ്സിൽ വരുമ്പോൾ ആ കാട്ടുതീയെല്ലാം അണഞ്ഞൊന്ന് ക്ഷമയുണ്ടാകും. ആരെങ്കിലും വന്ന് പറയും, അയ്യോ വീട്ടിൽ കള്ളം കയറി ഉള്ള പൈസയെല്ലാം പോയോ? ശരി, അതാണ് വിധിച്ചത്, നോക്കാം, കിട്ടിയാൽ ഭാഗ്യം. ജോലിക്ക് അടുത്ത ദിവസം പോയ ഉടനെ മാനേജർ പറയും, അത്രയും നിങ്ങളെ പറഞ്ഞു വിട്ടോ, ഇനി ഞങ്ങൾക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ട. ആണോ? ഞാനൊന്ന് വൃന്ദാവനത്തിൽ പോകാൻ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. നല്ലതായി, ഞാനൊന്ന് വൃന്ദാവനത്തിൽ പോട്ടെ. ഒന്നും നമ്മളെ ബാധിക്കില്ല, ഒരു ഗുണവും നമ്മളെ ബാധിക്കില്ല, ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല. അത് ബാധിക്കാതെ വരുമ്പോൾ നന്നായി ചിന്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. പക്ഷേ ഡിസ്റ്റർബ്ഡ് ആയാൽ നല്ല ചിന്തകളും നല്ല തീരുമാനവും എടുക്കാൻ പറ്റില്ല. ഹൃദയത്തിലൊരു ചന്ദ്രൻ വരും, അതോട് ജീവിതം ശാന്തിയും സമാധാനവുമാണ്. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം കണ്ണാടി വൃത്തിയാകും, ബോധമെന്ന് പറയുന്ന കണ്ണാടി വൃത്തിയാകും. രണ്ടാമത്തത് ആഗ്രഹങ്ങൾ, കാട്ടുതീ എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ അണയും. മൂന്നാമത്തത് ചന്ദ്രൻ ഉദിക്കും, ശാന്തിയും സമാധാനവും ഉണ്ടാകും. ശ്രേയകൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂജീവനം. അപ്പോഴാണ് അറിവുണ്ടായി, നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോഴാണ് ബോധം, അറിവുണ്ടായി, വിദ്യ ഉണ്ടായി തുടങ്ങുന്നത്. ആ വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹമാണ്. ജ്ഞാനമുണ്ടായാൽ ഉത്സാഹം കൂടും. വധു പെൺകുട്ടി, ഈ വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആദ്യത്തെ ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ, വരൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ഉള്ളവരെല്ലാം ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഉള്ള പണിയെല്ലാം വലിച്ചു വാരിയിട്ട് ചെയ്യും. ഫസ്റ്റ് ഡേ പറയുമല്ലേ, അച്ചി പുറം തൂക്കും എന്നൊക്കെ പറയൂലേ, കൂരപ്പുറത്ത് കയറിയും വൃത്തിയാക്കും. അത് ഞാൻ ചെയ്തോളാം, അച്ഛാ അത് അവിടെ വെച്ചോളൂ, 3 ദിവസം കഴിഞ്ഞാൽ എണീക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ആദ്യത്തെ ദിവസം എല്ലാവരെയും ഒന്ന് തൻ്റെ വശത്തെടുക്കാൻ, ഞാൻ നല്ലവളാണെന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി എക്സ്ട്രാ ജോലി ചെയ്യും, എക്സ്ട്രാ ഉത്സാഹം. അത്തരം ഉത്സാഹമായിരിക്കും ഒരു ഭക്തന് വിദ്യ ഉണ്ടായാൽ ഉണ്ടാകുന്നത്. വിദ്യാവധു, നാലാമത്തെ സ്റ്റെപ്പ്, ജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനം കാരണം വല്ലാത്തൊരു ഉത്സാഹം. ഇപ്പം നമ്മൾ ഭക്തരടുത്തൊക്കെ സേവനം ചെയ്യാൻ പറയുമ്പോൾ അത്ര ഉത്സാഹമുണ്ടോ? പ്രഭു അത് ഞാൻ ചെയ്യണോ? അടുത്ത ആഴ്ച ചെയ്താൽ പോരെ, ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ആ പ്രഭു വെറുതെ നിൽക്കുകയല്ലേ, അദ്ദേഹത്തിന് ഏൽപ്പിച്ചൂടെ? നമ്മളെല്ലാം മടിയന്മാരാ. ടേബിൾ ടെന്നീസാണ്, സേവനം വരുമ്പോൾ ടേബിൾ ടെന്നീസ് കളിച്ച് അത് ആ ബോളിന് അപ്പുറത്താക്കും. വിദ്യാവധൂ ജീവനം, ജ്ഞാനമുണ്ടാകും. നാലാമത്തെ സ്റ്റെപ്പ്, ജ്ഞാനമുണ്ടായാൽ ഉത്സാഹമുണ്ടാകും. പിന്നെ അഞ്ചാമത്തേതാ? ആനന്ദാംബുധി വർദ്ധനം. ആ ഉള്ളിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകും. ശിവൻ, മഹാദേവനെ അങ്ങനെയാ പറയുക. ശിവൻ എന്ന വാക്ക്, മഹാദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം സദാ സന്തുഷ്ട മനസഃ സർവം ശിവമയം ദിശഃ. മഹാദേവനെ ആർക്കും വിഷമിപ്പിക്കാനേ പറ്റില്ല. അദ്ദേഹം ഏത് ദിശയിൽ നോക്കിക്കഴിഞ്ഞാലും മംഗളം മാത്രമേ ഉണ്ടാകുള്ളൂ. എപ്പോഴും ഹൃദയത്തിൽ ഒരു ആത്മതൃപ്തി, ആത്മാരാമൻ, ആത്മതൃപ്തി ഉണ്ടാകും. അതാണ് മഹാദേവൻ. സദാ സന്തുഷ്ട മനസഃ സർവം ശിവമയം ദിശഃ. അപ്പോൾ ആ ഭക്തന് അഞ്ചാമത്തെ അവസ്ഥ ആനന്ദാംബുധി വർദ്ധന. എപ്പോഴും മനസ്സിനകത്ത് സുഖം നിറഞ്ഞിരിക്കും. അവർക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല, എപ്പോഴും സന്തോഷവാനായിരിക്കും.
പിന്നെ പൂർണ്ണ അമൃത ആസ്വാദനം, ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണ. അത് ആ ആനന്ദം എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കും, ഓരോ സ്റ്റെപ്പിലും കൂടിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ആനന്ദമല്ല നാളെ അതിനേക്കാളും ഒരുപടി ഉയർന്നത്, പിന്നെ മറ്റന്നാൾ അതിനേക്കാളും ഒരുപടി ഉയർന്ന് ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദ. പൂർണ്ണമായ ആനന്ദം അയാൾ അനുഭവിക്കുകയാണ്. അമൃതം, അയാൾക്ക് മരണമില്ല. അങ്ങനെ നാമം ജപിച്ച് 5-ാം ഘട്ടത്തിലെത്തിയ ആൾക്ക് മരണമില്ല. അവൻ ശാശ്വതനായി ഭഗവാന്റെ ലോകത്തിൽ പോകുന്നു. പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഈ ഒരു ശ്ലോകം സാധാരണ ശ്ലോകമല്ല. മനസ്സിൻ്റെയും ബോധത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ അതിസൂക്ഷ്മമായുള്ള സത്യങ്ങളെ മഹാപ്രഭു വെളിപ്പെടുത്തുകയാണ്. ആദ്യം ബോധമാകുന്ന കണ്ണാടി വൃത്തിയാകും, കാട്ടുതീ പോലെയുള്ള ആഗ്രഹങ്ങൾ നശിക്കും, ശാന്തിയും സമാധാനമാണ് ചന്ദ്രൻ ഉദിക്കും, ജ്ഞാനമുണ്ടാകും, ആനന്ദം ലഭിക്കും, അവൻ ശാശ്വതനായി മാറും. ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണ്? ഇപ്പോൾ 4-5 സ്റ്റേജ് മഹാപ്രഭു പറഞ്ഞു. നമ്മൾ ഇത് ആദ്യം ഇപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ തുടയ്ക്കും, രാത്രി നമ്മൾ തന്നെ കുറച്ച് ചണ്ടിയും ചവറും വാരി മേലെ ഇടും, വീണ്ടും അടുത്ത ദിവസം തുടയ്ക്കും, പിന്നെ വീണ്ടും കുറച്ചെണ്ണം വാരി ഇടും. ഇപ്പോൾ ആ ആനക്കുളിയുടെ സ്റ്റേജിലായിപ്പോൾ. പക്ഷേ നല്ലോണം ജപം ചെയ്യുമ്പോൾ അടുത്തടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഉയരും. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ടുവരാൻ നല്ലൊരു അവസരമാണ് ഇനി വരുന്ന 2-3 ദിവസങ്ങൾ. എല്ലാവർക്കും വേണ്ടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.